നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്സാപ്പിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സിലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എങ്ങനെ വാട്സപ്പ് കണക്ട് ചെയ്യണം, എങ്ങനെ സിംഗിൾ മെസ്സേജ് അയക്കണം, എങ്ങനെ ഫോൺ ബുക്ക് ആഡ് ചെയ്യണം, എങ്ങനെ ബൾക്കായിട്ട് മെസ്സേജ് അയക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു മെത്തേഡും കൂടിയാണ് ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഡാഷ്ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളുടെ പ്ലാൻ ഏതാണെന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. ബേസിക് പ്ലാന്, API ആക്സസ് ഉണ്ടോ, അലോ ഡാറ്റ സ്ക്രാപ്പിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കോൺടാക്ട്സ് എന്നുള്ളത്. കോൺടാക്ട്സ് നമ്മളിപ്പോൾ ടോട്ടലി ആഡ് ചെയ്തേക്കണം 3 കസ്റ്റമേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തേക്കണം. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഫോൺ ബുക്കിൻ്റെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും 3 കസ്റ്റമേഴ്സ് എന്നുള്ളത്. ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും 1 to 3 എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലും കാണിക്കുന്നത്. ലൈവ് ഇൻസ്റ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ എത്ര കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഒരു നമ്പർ അവിടെ കണക്ട് ചെയ്തേക്കണം. മനസ്സിലായോ? ഇതിൽ ഈ അക്കൗണ്ടിൽ അലോ അയക്കണത് ഒരു അക്കൗണ്ടാണ് വരുന്നത്. നമുക്ക് ഒരുപാട് അക്കൗണ്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പ്ലാൻസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. മനസ്സിലായോ? ഈ ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലൈവ് ബോട്ട്സ് ചാറ്റ് ബോട്ടൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ 0 എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കുന്നത്. സ്ക്രാപ്പിംഗ്, അലോ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അലൗഡ് ടെംപ്ലേറ്റ്സ്, നമ്മൾ ടെംപ്ലേറ്റ് ഇപ്പോൾ ആഡ് ചെയ്തേക്കണം 2 ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? ഇനി ടോട്ടൽ ടെംപ്ലേറ്റ്സും കൂടെ നമുക്ക് അലൗഡ് അയക്കണം 998 പെൻഡിങ് പിൻസ് എന്നുള്ളത്. നമ്മളിവിടെ എന്തെങ്കിലും പിൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്ലേസ് ആണ് അത് ചോദിക്കുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ടോട്ടൽ മെസ്സേജസ്, ഡെയിലി ടോട്ടൽ. ഈ ടോട്ടൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ അയച്ചിരിക്കുന്ന മെസ്സേജസിനെ കാണിക്കുക. ഡെയിലി, മന്ത്ലി, ഇയർലി എന്നുള്ള ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ ഓരോ മെസ്സേജസുകൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള റിപ്പോർട്ട്സുകളാണ് നമ്മൾ ഈ ഡാഷ്ബോർഡിൽ കാണാം. ഇനി നമ്മളൊരു ബൾക്കായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബൾക്ക് ക്യാമ്പയിൻ സെൻഡ് ചെയ്തിട്ടുണ്ടായി. 3 പേർക്കുള്ള മെസ്സേജസ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളവിടെ ക്യാമ്പയിൻ സെൻഡ് ചെയ്തതിൻ്റെ കണക്കാണ് അവിടെ കാണിക്കാം. ഇനി ഇവിടെ എന്നുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ അയച്ച കസ്റ്റമേഴ്സിൻ്റെ ലോഗ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോഗ്സുകൾ കാണിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഈ റിപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ CSV ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചേക്കണ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ എത്ര മെസ്സേജ് ഇപ്പോൾ ഈ കസ്റ്റമറിലേക്ക് അയച്ചതിൻ്റെ ഇത് സക്സസ് ആണോ അതോ ഫെയിൽഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മനസ്സിലായോ? അത് നമുക്ക് എക്സൽ രൂപത്തിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ മെസ്സേജ് അയച്ചാണ് 3 പേർക്കാണ്. അപ്പോൾ 3 പേർക്ക് ഇവിടെ കംപ്ലീറ്റഡ് എന്നുള്ള സ്റ്റാറ്റസ് ഇവിടെ കംപ്ലീറ്റഡ് എന്നുള്ളതുണ്ട്. 3 സെൻഡ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഏത് ഇൻസ്റ്റൻറ്റിൽ നിന്നാണ് അയച്ചത്, ഫോൺ ബുക്ക്, മൊബൈൽ നമ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്കിവിടെ കാണിക്കുക. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ടെംപ്ലേറ്റ് ID, ഏത് ടെംപ്ലേറ്റാണ് കസ്റ്റമറിലേക്ക് സെൻഡ് ചെയ്തേക്കണം എന്നുള്ളത്. അത് നമുക്കിവിടെ മാനേജ് ടെംപ്ലേറ്റ്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ മീഡിയ എന്ന് പറയുന്നത് 2543 ഇതിൻ്റെ ID വരുന്നത്. നമ്മളിപ്പോൾ ബൾക്കായിട്ട് സെൻഡ് ചെയ്തേക്കണ മെസ്സേജിൻ്റെയും 2543 തന്നെയാണ് ടെംപ്ലേറ്റ് ID വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെംപ്ലേറ്റ് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടെംപ്ലേറ്റ് ID നിങ്ങൾക്ക് നോക്കി വെക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റിപ്പോർട്ട് കൊണ്ട് നോക്കിയാൽ മനസ്സിലാവുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മൈ ഫോൺ ബുക്കിൻ്റെ അവിടെ നമുക്കിപ്പോൾ ഈ നമ്പർ, ഇപ്പോൾ ഒരു നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കിനി മേലാൽ മെസ്സേജ് അയക്കരുത്, അങ്ങനത്തെ ഓരോ റീസൺസുകൾ കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ അവരെ നമ്പർ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ നിന്ന്. അതിന് ഈ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റിൽ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഈ നമ്പർ അടിക്കണമെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് അവരെ ലാസ്റ്റത്തെ ഡിജിറ്റോ അല്ലെങ്കിൽ ഫുൾ നമ്പറോ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ കാണാൻ പറ്റും. അത് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡിലീറ്റ് കൊടുക്കാവുന്നതാണ്. മനസ്സിലായോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ബൾക്കായിട്ട് ഇപ്പോൾ ഈ മൊത്തം കോൺടാക്ട്സുകൾ നമ്മൾ ഈ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് എറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ പോലെ തന്നെ വരും. ഇനി ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പ്രിൻറ്റ് അല്ലെങ്കിൽ CSV ഫയലായിട്ട് നിങ്ങൾക്ക് ഈ നമ്പർ നമ്മൾ ഈ CRM നമ്മുടെ വാട്സപ്പിൻ്റെ മൈ ഫോൺ ബുക്കിൽ ആഡ് ചെയ്തേക്കുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നെയിം വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മൊത്തത്തിലുള്ള ഇത് കോൺടാക്റ്റ് ഇവിടെ നമ്മൾക്ക് നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് ഇവിടെ ടാബ് പേജസും നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ മാനേജ് ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്നതിൽ നമുക്ക് എഡിറ്റിങ് കാര്യങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ഇതാക്കിയിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. എന്തെങ്കിലും കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ. മനസ്സിലായോ? മീഡിയ ഫയൽ നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റില്ല, കണ്ടൻറ്റിൽ പക്ഷേ എഡിറ്റ് വരുത്താം. ഇനി അത് കോപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ.